ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് ആലപ്പുഴ ജിംഖാന. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നസ്ലൻ, ലുക്മാൻ അവരൻ, ഗണപതി, അനഘ രവി, ബേബി ജീൻ, അബു സലീം, കോട്ടയം നാസർ എന്നിവരാണ്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഖാലിദ് റഹ്മാൻ, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാൻ ബി പിക്ചേഴ്സ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്. വേറൊന്നും ഈ പടത്തിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഇറ്റ്സ് എ ആവറേജ് വൺ ഫോർ മീ. തിയേറ്ററിലാണ് കണ്ടത്. ഉച്ചയ്ക്ക് 12 മണിക്ക് സീനത്തിലിരുന്നാണ് ഞാൻ കണ്ടത്. തിയേറ്ററിൽ എനിക്ക് ഫസ്റ്റ് പോസിറ്റീവ്സ് പറയാം. സിനിമയിൽ എനിക്ക് ലുക്മാൻ്റെയും നസ്ലൻ്റെയും ബേബിജീൻ്റെയും പെർഫോമൻസ് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗണപതിയുടെയും പെർഫോമൻസ് ഇസ് ഗുഡ്. പിന്നെ ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. മ്യൂസിക്കും ബിജിയും അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ നെഗറ്റീവ്സിലോട്ട് പറയാനാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. കാരണം അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സിനിമ കാണാൻ കാരണം സിനിമയുടെ ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരു മാൻ കരാട്ടെ ഇല്ലെങ്കിൽ സത്ര ഇല്ലെങ്കിൽ അതിൻ്റെ റീമേക്കായിട്ട് ഒരു തെലുങ്ക് റീമേക്കാട്ടത്, ഇല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞ സർപ്പട്ട പരമ്പര, ഇല്ലെങ്കിൽ ദാവീദ് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കെന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ഹിന്ദിയിൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പടമുണ്ട്. അക്ഷയ് കുമാർ, സിദ്ധാർത്ഥ് മൽഹോത്രയും അഭിനയിച്ചത്. അതുമാതിരിയാണ് കയറ്റി വെച്ചിരിക്കുന്നത്. എല്ലാം അതിൻ്റെ ആരെങ്കിലും ആണോ, അതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ആരെങ്കിലും ആണോ ഇത് ചെയ്ത് വെച്ചിരിക്കണത്? കട്ട ശോകം നോക്കാണ് കാട്ടിച്ച് വെച്ചിരിക്കണത്. പിന്നെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേ നൈസ് ആയിരുന്നതുകൊണ്ട് പിന്നെയും സഹിക്കായിരുന്നു. എന്തോ പിന്നെ നായകന്മാർ എനിക്ക് തോന്നിയത് വെച്ച് ഞാൻ പറയാം. നായകന്മാർ കട്ട ക്രിഞ്ചാട്ട. ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു. ആക്ഷന് വേണ്ടിയിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ് എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ വിഷ്വൽസ് വൈസോ എഡിറ്റിങ് സെക്കൻഡ് ഹാഫിൽ കട്ട ബോറാണ്. അത് കാലത്തേക്ക് ഇവിടെയാണ്. പിന്നെ എന്തോന്നാണ് എൻ്റെ പൊന്നെ, ഒരു സീനുണ്ട് ഈ സിനിമയിൽ. എന്താണെന്ന് വെച്ചാൽ, ഇവന് നസ്ലന് മീൻസ് എല്ലാവർക്കും ബോക്സിങ് ചാമ്പ്യൻഷിപ്പിന് സ്റ്റേറ്റ് നിൽക്കണമെങ്കിൽ 60 കിലോ അല്ലെങ്കിൽ 60 കിലോൻ്റെ താഴെ വെയിറ്റ് ഉള്ളവർക്കേ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നെന്തോ ഉണ്ട്. കൂടെ ഫിറ്റ്നസ്സും വേണം. അപ്പോൾ ഇവനെ നോക്കുമ്പോൾ ഇവന് 65 കിലോ ഉണ്ട്. എന്നിട്ട് ഇവനെ റിങ്ങിൽ കയറ്റിയിരിക്കണം. എന്നടാ പണി എനിക്ക് സംശയം തോന്നിയതെന്ന് വെച്ചാൽ, അത് ആരെയും കൈകൊല്ലി കൊടുത്താണ് അല്ലെങ്കിൽ വല്ല റിക്വസ്റ്റ് കൊടുത്താണെന്നാണ് എനിക്ക് സംശയം വന്നുപോയി. ആ സീൻ കണ്ടിട്ട് എന്താടാ കാണിച്ചു വെച്ചിരിക്കണത്. അടുത്ത സീനിൽ ഇവൻ റിങ്ങിൽ കയറണം. എന്നടാ പണി വെച്ചെടുക്ക. പിന്നെ ഗണപതി അത്യാവശ്യം നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പിന്നെ നേരത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മീൻസ് പണ്ടൊക്കെ ഒരു കോമഡി വൈസ് അല്ലെങ്കിൽ ഇമോഷണൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു അടിപിടി ഫൈറ്റ് സീക്വൻസസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറായിട്ട് ഗണപതിക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്.
ബട്ട് ഖാലിദ് റഹ്മാൻ്റെ പഴയ എല്ലാ പടങ്ങളും വെച്ച് നോക്കുമ്പോൾ മീൻസ് ഉണ്ട, പിന്നെ എന്തായിരുന്നു അതിൻ്റെ പേര്, തല്ലുമാല, അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ആവറേജ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒട്ടും. തല്ലുമാലയൊക്കെയാണെന്ന് പറയണന്മാരെ എനിക്ക് തല്ലിക്കൊല്ലാൻ തോന്നുന്നു. പക്ഷെ എനിക്ക് പറ്റില്ലടേ. ഐ ആം വെരി ഡൾ അബൌട്ട് ദിസ് മൂവി. ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ വീണ്ടും പറയണം, ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. സ്റ്റോറിയും സ്ക്രീൻ പ്ലേ നൈസായിരുന്നു. നസ്ലനും ലുക്മാനൊക്കെ പിന്നെ ഗണപതിയും പിന്നെ ബേബി ജീനും അത്യാവശ്യം നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്തോന്നായിരുന്നു, മ്യൂസിക്കും ബീജിയും ഒന്നുകൂടി ഞാൻ പറയണം, മ്യൂസിക്കും ബീജിയും അത്യാവശ്യം നൈസായിരുന്നു. വേറെ ഒന്നും എനിക്ക് ഈ സിനിമയിൽ അത്രയ്ക്കും നല്ലതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സെക്കൻഡ് ഹാഫ് ബോറാണ്, ഞാൻ പറഞ്ഞില്ല, ലാഗ് കുറച്ച് കൂടിപ്പോയി. പക്ഷെ ഫസ്റ്റ് ഹാഫിലായിരുന്നു എനിക്ക് വർക്കാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോച്ചിങ് മെത്തേഡ്സൊക്കെ പഴയ കോച്ചിങ് പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണെങ്കിലും പോലും അത് ഇതിൽ ഒരു മലയാളപ്പടത്തിൽ കാണുമ്പോൾ നമ്മൾക്ക് ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് രോമാഞ്ചം കയറും. അങ്ങനത്തെ സീക്വൻസൊക്കെ ഫസ്റ്റ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ അങ്ങനെ തോന്നിയില്ലടേ. എനിക്ക് എവിടെയൊക്കെയോ പാളിയോ എന്നൊരു ഡൗട്ടിലാണ് ഈ സിനിമ ഞാൻ ഈ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്. എനിക്ക് സെക്കൻഡ് ഹാഫ് സിനിമ അവസാനിക്കാറായപ്പോൾ എന്നാൽ എനിക്ക് ബോറായി, സമാധാനമായി. ഞാൻ ഇറങ്ങി ഓടിയാലോ എന്ന് വിചാരിച്ചാൽ, പക്ഷെ ഫുള്ളായിട്ട് കണ്ടിട്ട് പോകാമെന്നുള്ള ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് അങ്ങനെ കണ്ട്. എന്തായാലും ഞാൻ പ്രേമലിന് ശേഷമാണ് നസ്ലൻ്റെ ഒരു പടം പ്രേമലിന് ശേഷം ഇപ്പോഴാണ് ഒരു പടം കാണുന്നതെന്ന്. അയ്യങ്കാത്തിലെ ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. എന്തായാലും അതും കൊണ്ട് കാണട്ടെ. ഇങ്ങനത്തേലും ടൊർപ്പേഡോ എന്ന് പറഞ്ഞൊരു പടമാണ് നസ്ലൻ ചെയ്യണത്. അതിലെന്താ അതും അർജുൻദാസും പിന്നെ ഗണപതി ഉണ്ടെന്ന് ഞാൻ കേട്ടത്. എന്തായാലും അതും കേട്ടോട്ടെ. ഇതെങ്ങനെ ഡംപ് ബോഡി അടിച്ചത് എനിക്ക് ഇതുവരെയായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ആരെങ്കിലും ഇത് പെയ്ഡ് പ്രൊമോഷനാണോ തേങ്ങയാണെന്നേലും പറഞ്ഞ് കമൻ്റ് ഇട്ട ഞാൻ പുറത്തെറി വിളിക്കാൻ പറ്റില്ല. അത് 100% പറയുകയാണ്, എൻ്റെ ഒപ്പീനിയനാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ പൈസ വാങ്ങിച്ചിട്ട് പറയുന്നവരുമായിട്ട് കമ്പയർ ചെയ്താൽ ഞാൻ സത്യമാണ് വെച്ചാലും തെറി വിളിക്കും, അത്രേ ഉണ്ടാവുള്ളൂ കമൻസിൽ. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓളെന്ന് പറയുന്ന ഓപ്ഷൻ അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ ബസ്കസ് ആൻഡ് ഞാൻ ഉറങ്ങട്ടെ, ബൈ.